ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആരോഗ്യക്ഷേമ പദ്ധതികളാണ്. അപ്പോൾ ഇനി അടുത്ത ഘട്ടം LDC എക്സാം എഴുതുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ LGS സെക്രട്ടേറിയറ്റ് തുടങ്ങി നിരവധി എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആരോഗ്യക്ഷേമ പദ്ധതികൾ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആരോഗ്യക്ഷേമ പദ്ധതികൾ നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാണ് ക്ലാസ്. അപ്പോൾ മാക്സിമം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക, വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആരോഗ്യക്ഷേമ പദ്ധതികൾ. അപ്പം നമ്മൾ പ്രധാനപ്പെട്ട PSC സ്ഥിരമായി ചോദിക്കുന്ന ആരോഗ്യക്ഷേമ പദ്ധതികൾ പഠിക്കാൻ പോവുകയാണ്. 1 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഫസ്റ്റ് ആദ്യത്തെ ആരോഗ്യക്ഷേമ പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതി എന്താണ്? നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. അങ്ങനെ ഓർത്ത് വെച്ചാണ്, സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക കേട്ടോ. അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ആർദ്രം പദ്ധതി കേട്ടോ. ആർദ്രം പദ്ധതി സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് ആർദ്രം പദ്ധതി. അപ്പോൾ ആർദ്രം പദ്ധതി എന്താണെന്ന് ക്ലിയറായ? സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആർദ്രം. ആർദ്രം ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. ക്യാൻസർ, ഹൃദയരോഗം, കരൾ രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് കാരുണ്യ. അപ്പം നമ്മളെല്ലാം ലോട്ടറി എടുക്കുന്നവരാണ്. കാരുണ്യ ലോട്ടറിയൊക്കെ നമ്മൾ എടുക്കുന്നവരാണ്. അപ്പം പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഏതൊക്കെ രോഗങ്ങളാണെന്നുള്ളതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. ഏതൊക്കെയാണ്? ക്യാൻസർ, ഹൃദയരോഗം, കരൾ രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി. ഇത് രണ്ടും ക്ലിക്കായ കറക്റ്റായ. ഇത് നമുക്ക് അടുത്ത് നോക്കാം. സംസ്ഥാനത്തെ 18 വയസ്സിൽ താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് ആരോഗ്യ കിരണം പദ്ധതി എന്താണെന്ന്. അപ്പോൾ ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചോ. സംസ്ഥാനത്തെ 18 വയസ്സാണ്, ഓർത്ത് വെച്ചോണേ. സംസ്ഥാനത്തെ 18 വയസ്സിൽ താഴെയുള്ള അർബുദ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസർ ഓർ അർബുദം. ക്യാൻസർ, അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ വൃക്കരോഗ ബാധിതരായ കുട്ടികൾക്ക് 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം കേട്ടോ. ഒന്നുകൂടെ പറയാം. സംസ്ഥാനത്തെ 18 വയസ്സിൽ താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ക്ലിയർ അല്ലേ? അടുത്തിലോട്ട് പോവാം. അടുത്തതും കുട്ടികളുടെയാണ്. 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ, നാഡീരോഗങ്ങൾ, അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. അപ്പോൾ രണ്ടും തമ്മിൽ തെറ്റിപ്പോല്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. 18 വയസ്സിൽ താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗം കേട്ടോ. 18 വയസ്സിൽ താഴെയുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗം, ആരോഗ്യ കിരണം. നോട്ട് ചെയ്ത് വെച്ചോ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗ, വൃക്കരോഗ, ഹീമോഫീലിയ, നാഡീരോഗങ്ങൾ, അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം പദ്ധതി കേട്ടോ. അപ്പോൾ ഇത് കുറേ ഏതൊക്കെ രോഗങ്ങളുണ്ട്? ഹൃദ്രോഗമുണ്ട്, വൃക്കരോഗമുണ്ട്, ഹീമോഫീലിയ ഉണ്ട്, നാഡീരോഗങ്ങളുണ്ട്, അസ്ഥിവൈകല്യങ്ങളുണ്ട് തുടങ്ങിയ രോഗങ്ങളുണ്ട്. അപ്പം 3-4 രോഗങ്ങളുണ്ട്. രോഗങ്ങൾ ബാധിച്ചവർക്ക് 18 വയസ്സിൽ താഴെയുള്ള രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. അപ്പോൾ താലോലം എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികളെ താലോലിക്കത്തില്ലേ? അങ്ങനെ ഓർത്ത് വെച്ചാൽ 18 വയസ്സിൽ താഴെയുള്ള എല്ലാം കൊച്ചുകുട്ടികളാണല്ലോ. അപ്പോൾ താലോലം അവർക്ക് ഹൃദ്രോഗം, വൃക്കരോഗം, ഒന്നുകൂടെ പറയാം. 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ, നാഡീരോഗങ്ങൾ, അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? താലോലം. ക്ലിയർ അല്ലേ? അടുത്തത് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ആശ്വാസ കിരണം.
അപ്പം എന്താണ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർ? നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ പ്രായമായ അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കിടപ്പ് രോഗികളായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ പരിചരിക്കുന്നവർക്ക് സർക്കാർ പ്രതിമാസം ഒരു പെൻഷൻ പോലെ തുക നൽകുന്നുണ്ട്. അതാണ് ആശ്വാസ കിരണം. അപ്പോൾ നമ്മൾ കിടപ്പ് രോഗികളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിടപ്പ് രോഗികൾക്ക് പരിചരിക്കുന്നവരെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവരല്ലേ, അപ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടുന്നത്, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഉള്ളൊരു പദ്ധതിയാണെന്ന് കണക്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ആശ്വാസ കിരണം. അപ്പോൾ ആശ്വാസമായിട്ടൊരു കിരണം കൊടുക്കുകയെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആശ്വാസ കിരണം എന്താണ്? കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ആശ്വാസ കിരണം. മറക്കല്ലേ. അടുത്തത് നമുക്ക് നോക്കാം. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി. ഓർക്കാൻ വളരെ എളുപ്പമാണല്ലോ. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി എന്താണ്? മൃതസഞ്ജീവിനി. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണെന്ന് ഓർത്ത് വെച്ചോണം, നമ്മുടെ ലാലേട്ടനാണ്, മോഹൻലാലാണ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുന്നത്. നോട്ട് ചെയ്ത് വെച്ചോണേ. അപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേരെന്താണ്? മൃതസഞ്ജീവിനി. ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ. ക്ലിയർ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാം. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി കേട്ടോ. അപ്പോൾ ഹൃദ്യം പദ്ധതി എന്താണ്? സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് ഈ ഹൃദ്യം പദ്ധതിയൊക്കെ. ഹൃദ്യം പദ്ധതി എന്താണ്? 18 വയസ്സിന് താഴെയുള്ള കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചാണ്. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ഹൃദയം നോട്ട് ചെയ്യാൻ എളുപ്പമുള്ള. പിന്നെ 18 വയസ്സിൽ താഴെയുള്ള അതോടെ ഓർത്ത് വെച്ചോണേ. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സർക്കാരിൻ്റെ പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തിലോട്ട് പോവാം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം പദ്ധതി. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം പദ്ധതി. ഈ സുകൃതം പദ്ധതിയുടെ അംബാസഡറായിട്ട് വരുന്നത് മമ്മൂട്ടിയാണ് കേട്ടോ. നമ്മുടെ മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ കളക്ട് ചെയ്തോണേ. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ്? സുകൃതം പദ്ധതിയുടെ അംബാസഡർ ആരാണ്? മമ്മൂട്ടി. അതുപോലെ തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാലാണ്, നമ്മുടെ ലാലേട്ടൻ മൃതസഞ്ജീവനി പദ്ധതിയുടെ അംബാസഡറും മമ്മൂക്ക സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുകൃതം പദ്ധതിയുടെ അംബാസഡറും. ക്ലിയർ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തോണേ, മാറിപ്പോലെ. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. അർബുദ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമായുള്ള ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് സ്വാസ്ഥ്യം കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. അർബുദ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അർബുദ രോഗം നേരത്തെ തന്നെ നമ്മൾ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ഒരു ബോധവൽക്കരണ പദ്ധതിയാണ്, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം പദ്ധതി. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം പദ്ധതി കേട്ടോ. നോട്ട് ചെയ്തോണേ, രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകല് കേട്ടോ. സ്വാസ്ഥ്യം എന്താണ്? ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം പദ്ധതി. ക്ലിയർ അല്ലേ? അടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം. സ്ഥിരമായിട്ട് PSC വയ്ക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയുടെ പേരെന്താണ്? ആയുർദളം. സംസ്ഥാന സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം. അടുത്ത നമുക്ക് നോക്കാം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ, നോട്ട് ചെയ്തോണേ, ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാകുന്ന പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണേ. ഒന്നുകൂടെ പറയാം. ശ്രവണ വൈകല്യം നമുക്കറിയാലോ, കേൾവിശക്തി. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ, നോട്ട് ചെയ്തോണേ, ശ്രവണ വൈകല്യമുള്ള എത്ര വയസ്സാണ്? 5 വയസ്സാണ് പറഞ്ഞത്. 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം. കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ശ്രുതി തരംഗം പദ്ധതി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പം കണക്ട് ചെയ്ത് വെച്ചോ. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. അതിന് താഴെ തന്നെ അതിന് കണക്ട് ചെയ്തൊരു വേറൊരു പദ്ധതിയുണ്ട്, തമ്മിൽ തെറ്റിപ്പോലെ. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി. അപ്പോൾ ഈ ധ്വനി എന്ന് പറഞ്ഞ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി. ഈ ധ്വനി പദ്ധതിയിൽ പ്രത്യേകിച്ച് ഏജ് ഗ്രൂപ്പ് പറയുന്നില്ല, അപ്പോൾ അതോടെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോണേ. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി പദ്ധതി.
അപ്പോൾ നമുക്ക് ഇത്രയും പദ്ധതികൾ നമ്മൾ പഠിച്ചു. ആ പദ്ധതികൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അടുത്തതിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ തൊട്ട് നോക്കാം. 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ, നാഡീരോഗങ്ങൾ, അസ്ഥി വൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? താലോലം പദ്ധതി. അതുപോലെ തന്നെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ആശ്വാസ കിരണം. നമ്മൾ പറഞ്ഞ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഒരു പെൻഷൻ നൽകുകയാണ്. അതാണ് ആശ്വാസ കിരണം. പിന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി പദ്ധതി. ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. പിന്നെ 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ്? ഹൃദ്യം പദ്ധതി. പിന്നെ കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം. ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ് കേട്ടോ. പിന്നെ അർബുദ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമായുള്ള ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് സ്വാസ്ഥ്യം പദ്ധതി കേട്ടോ. സ്വാസ്ഥ്യം ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം കേട്ടോ. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം. പിന്നെ ശ്രവണവൈകല്യമുള്ള 5 വയസ്സിൽ, നോട്ട് ചെയ്തോണേ, ശ്രവണവൈകല്യമുള്ള 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശ്രുതിതരംഗം. മറക്കല്ല്, ഒരു മാർക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ശ്രുതിതരംഗം. അടുത്തത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി. ധ്വനിയിൽ പ്രത്യേകിച്ച് ഏജ് ഗ്രൂപ്പ് പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ധ്വനി പദ്ധതി. അപ്പോൾ നമുക്ക് അടുത്ത പദ്ധതിയിലോട്ട് പോവാം. കുട്ടികളിലെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് മുൻകൈ എടുത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് കാതോരം. ക്ലിയർ അല്ലേ? ഇത് പഠിക്കാൻ വളരെ എളുപ്പമല്ലേ? കുട്ടികളിലെ ശ്രവണ വൈകല്യം, കേൾവി ശക്തിയാണ്. കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്നതിനായി കേട്ടോ, കുട്ടികളുടെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് മുൻകൈ എടുത്ത് നടത്തുന്ന പദ്ധതിയാണ് കാതോരം. കാതോരം എന്നാണ്, കാതോരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? കാതോരം എന്ന് കേൾക്കുമെന്നല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ, കുട്ടികൾ കാതോരം. അപ്പോൾ അത് കണക്ട് ചെയ്ത് വെച്ചോ. കുട്ടികളിലെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് മുൻകൈ എടുത്ത് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് കാതോരം പദ്ധതി. കാതോരം. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ഓർ എയ്ഡഡ് സ്കൂളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതിയാണ് മിഴി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഓർ എയ്ഡഡ്, സർക്കാർ സ്കൂളാണെങ്കിലും എയ്ഡഡ് സ്കൂളിലെ കുട്ടികളായാലും കാഴ്ച വൈകല്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് സൗജന്യമായ കണ്ണടകൾ നൽകുന്ന പദ്ധതിയാണ് മിഴി പദ്ധതി. മിഴി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണെന്നല്ലേ, കാഴ്ച നിലയ്ക്കൽ. മിഴി കണ്ണാണ്. അപ്പം കാഴ്ച വൈകല്യമുള്ള നമ്മുടെ സർക്കാർ സ്കൂളിലെയും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളിലെയൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് കണ്ണടകൾ നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ്, സർക്കാരിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ പദ്ധതിയാണ് മിഴി പദ്ധതി. ക്ലിയർ അല്ലേ? മിഴി പദ്ധതി. അപ്പോൾ മിഴി പദ്ധതി എന്താണ്? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ ഓർ എയ്ഡഡ് സ്കൂളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതിയുടെ പേരാണ് മിഴി പദ്ധതി. ക്ലിയർ അല്ലേ? പിന്നെ നമ്മുടെ LDC തിരുവനന്തപുരം ആണോ കൊല്ലമാണോ എന്ന് ഡൗട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ചോദിച്ചൊരു ഇതാണ് കേട്ടോ, ഒരു പദ്ധതിയാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് മിഠായി പദ്ധതി. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എടുക്കുക. ഈ പ്രമേഹം എന്ന് പറയുമ്പോൾ എന്താണ്? ഷുഗർ അല്ലേ വരുന്നത്? ഷുഗർ. അപ്പം ഷുഗറും മുട്ടായുമായിട്ട് ഉള്ള കണക്ഷൻ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഷുഗർ മധുരമുള്ളത് ആണല്ലോ. അപ്പം അത് വെച്ച് കണക്ട് ചെയ്തോ. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് മിഠായി കൂടുതലും കഴിക്കുന്ന ആരാണ്? നമ്മുടെ കുട്ടികളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്യാമല്ലോ. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്താണ്? മിഠായി പദ്ധതി. ഓൾറെഡി PSC പരീക്ഷ ചോദിച്ചാണ് നമ്മുടെ LDC. അപ്പോൾ അടുത്ത ഘട്ടത്തിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ LGSലൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മിഠായി പദ്ധതി നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്തത് നോക്കാം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടത്തിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയുടെ പേരാണ് ബാലമുകുളം. അപ്പം നോട്ട് ചെയ്തോണേ, ബാലമുകുളം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടത്തിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് നോക്കാം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. നമ്മുടെ ഈ വട്ടത്തെ LDC എക്സാമിന് ചോദിച്ചൊരു അടുത്ത പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. നോട്ട് ചെയ്ത് വെച്ചാണ്. സ്നേഹസ്വാന്തനം ഓൾറെഡി നമുക്ക് ചോദിച്ചാണ്. അപ്പോൾ എന്താണ് സ്നേഹസ്വാന്തനം?
എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹ സ്വാന്തനം പദ്ധതി. അടുത്ത നമുക്ക് നോക്കാം. HIV ബാധിതരുടെ മക്കൾക്ക് തുടർ പഠനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. സ്നേഹ സ്വാന്തനം, സാന്ത്വനം. അപ്പോൾ ഇത് കളക്ട് ചെയ്യാൻ ഞാനൊരു കോഡ് പോലെ പറഞ്ഞുതരാം. അതായത് നമുക്ക് എൻഡോസൾഫാൻ ബാധിച്ചവരെയൊക്കെ നമ്മൾ വീഡിയോസൊക്കെ യൂട്യൂബിലും TVയിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എന്താണ് അവരുടെ ഒരു സാന്ത്വനം, ഒരു കെയറും ഒക്കെ തോന്നില്ലേ? അവരുടെ വീഡിയോസൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ മനസ്സിലാവും. അവരെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താണ് ഒരു സാന്ത്വനം, ഒരു കെയറും ഒക്കെ തോന്നും. അവരെ കാണുമ്പോൾ ഒരു വിഷമവും എമോഷനും ഒക്കെ തോന്നും. അപ്പോൾ അവർക്കൊരു സാന്ത്വനം പോലെ രീതിയിൽ സ്നേഹസാന്ത്വനം എത്തിക്കുന്ന ധനസഹായ പദ്ധതിയാണെന്ന് ഓർത്ത് വെച്ചോ. അപ്പോൾ എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. അവർക്കൊരു സ്വാന്തനം നമ്മൾ എത്തിക്കുക എൻഡോസൾഫാൻ ബാധിച്ചവർക്ക്. അപ്പോൾ എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സർക്കാരിൻ്റെ പദ്ധതി ഇതാണ് സ്നേഹസ്വാന്തനം. സ്വാന്തനം കൊടുക്കുക എൻഡോസൾഫാൻകാർക്ക് കേട്ടോ, മൂലം വൈകല്യം ബാധിച്ചവർക്ക് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്തേ. അടുത്തത് HIV ബാധിതരുടെ മക്കൾക്ക് തുടർ പഠനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം കേട്ടോ. അവർക്കൊരു സ്നേഹപൂർവ്വം അവർക്ക് തുടർ പഠനത്തിനുള്ള കാര്യങ്ങളൊക്കെ HIV ഒക്കെ ബാധിച്ചവരെയൊക്കെ നമ്മൾ എന്താണ് ഒരു സമൂഹം ഒരു രീതിയിലല്ലേ കാണുന്നത്, അകറ്റി നിർത്താനല്ലേ മാക്സിമം നോക്കുന്നത്. അവരുടെ കുട്ടികളെ ആണെങ്കിലും ഒക്കെ സമൂഹം വേറൊരു രീതിയിലോട്ട് അകറ്റി നിർത്തുമല്ലേ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മുൻനിരയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയും അവരുടെ മക്കൾക്ക് തുടർ പഠനമൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയൊക്കെ ഉള്ള സർക്കാരിൻ്റെ പുതിയ പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി. അപ്പോൾ HIV ബാധിതരുടെ മക്കൾക്ക് തുടർ പഠനം ലഭ്യമാക്കുന്ന പദ്ധതി ഇതാണ് സ്നേഹപൂർവ്വം പദ്ധതി. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്ക് കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് പദ്ധതി. അപ്പോൾ സ്നേഹക്കൂട് എന്താണ്? അപ്പോൾ മാനസിക ആരോഗ്യ കേന്ദ്രം, അതായത് നമുക്കറിയാമല്ലോ മെൻ്റൽ പേഷ്യൻസൊക്കെ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ സുഖം പ്രാപിച്ചു വന്നാലും അവർക്ക് ചിലപ്പം താമസിക്കാനും അതിനും ഇതിനൊക്കെ ചിലപ്പം ചില വീട്ടുകാരൊക്കെ നമുക്കറിയാമല്ലോ, നമ്മൾ സൊസൈറ്റി തന്നെ കാണുന്നതല്ലേ, അവർ തിരിച്ചു വരുമ്പോഴായാലും അവരുടെ കുടുംബക്കാരായാലും നോക്കാതൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സർക്കാർ അവർക്കൊരു പുനരധിവാസ പദ്ധതി പോലെ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് സ്നേഹക്കൂട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മാനസിക കൂട് എന്താണ്? കൂട് എന്ന് പറഞ്ഞാൽ വീടല്ലേ. അപ്പോൾ അവർ ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്ക് കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. ഒന്നുകൂടെ പറയാം, മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹക്കൂട് പദ്ധതി. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനുയാത്ര. സ്ഥിരമായിട്ട് പേശി വയ്ക്കുന്നതാണ് അനുയാത്ര. അപ്പോൾ അനുയാത്ര പദ്ധതി എന്താണ്? കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. അനുയാത്ര കേട്ടോ, ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക കേരളത്തെ, ആ പദ്ധതിയാണ് അനുയാത്ര. ക്ലിയർ അല്ലേ? അടുത്തത് ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ കേട്ടോ, പരിരക്ഷ. അപ്പോൾ എന്താണ്? ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ കേട്ടോ. പരിരക്ഷ എന്ന് പറയുന്നത് പെട്ടെന്ന് അടിയന്തരമായിട്ട് നമുക്കൊരു സഹായം ചെയ്തു കൊടുക്കുമെന്നല്ലേ. അപ്പോൾ ഭിന്നശേഷിക്കാരെ നമുക്കറിയാമല്ലോ, ഭിന്നശേഷിക്കാരെന്ന് എന്താണ് അവർ പറയുന്നത്? അവർക്ക് എന്തെങ്കിലും ഒരു ഡിസേബിലിറ്റി ഉള്ളവരല്ലേ ഭിന്നശേഷിക്കാരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും അടിയന്തരമായിട്ട് നമ്മളെപ്പോലെ ചില കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ അടിയന്തരമായിട്ട് സഹായം എത്തിക്കാൻ വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് പരിരക്ഷ. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോസ് മീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം. അപ്പോൾ വയോമധുരം എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നവർക്കാണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോസ് മീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് വയോമധുരം. കേട്ടോ, ക്ലിയർ അല്ലേ? പിന്നെ അടുത്തത് സ്ഥിരമായിട്ട് പേശി വയ്ക്കുന്നൊരു പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി എന്താണ്? ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവ് വളർത്തിയെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. സ്ഥിരമായിട്ട് പേശി വയ്ക്കുന്നതാണ്, റിപ്പീറ്റ് അടിച്ച് ഇനിയും അടുത്ത ഘട്ടങ്ങളിലൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട് സ്പെക്ട്രം പദ്ധതി. അപ്പോൾ സ്പെക്ട്രം പദ്ധതി എന്താണ്? ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ, ഓട്ടിസം നമുക്കറിയാം മെൻ്റൽ ഡിസോർഡറാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ആ ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവ് വളർത്തിയെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. ക്ലിയർ അല്ലേ? സ്പെക്ട്രം ഓട്ടിസമായിട്ട് കണക്ട് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അടുത്ത് നമുക്ക് നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് തൂവാല വിപ്ലവം.
വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാമല്ലോ. ഇവിടെ വായുവിലൂടെ നമുക്കൊരു രോഗം പകരുവാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? തൂവാല വെച്ച് മൂക്കും വായുവെല്ലാം നമ്മൾ മറയ്ക്കുമല്ലേ ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് മാസ്ക് ഇട്ടത്? കൊറോണ കാലത്ത് എന്തിനാണ് മാസ്ക് ഇട്ടത്? നമുക്ക് വൈറസും കാര്യങ്ങളൊന്നും വായിലൂടെ പകരാതിരിക്കല്ലേ. അത് തന്നെ സെയിം ഇവിടെ തന്നെ തൂവാല വെച്ച് മറയ്ക്കുകയാണെന്ന് ഓർത്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് തൂവാല വിപ്ലവം. തൂവാല വിപ്ലവം. ക്ലിയർ അല്ലേ? അടുത്തത്, ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. അപ്പോൾ അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം. ക്ലിയർ അല്ലേ? സ്ഥിരമായിട്ട് PSC ഉപയോഗിക്കുന്നതാണ് അമൃതം ആരോഗ്യമൊക്കെ. പിന്നെ അടുത്തത്, കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉഷസ് പദ്ധതി. നോട്ട് ചെയ്ത് വെച്ചാൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഉഷസ് പദ്ധതി എന്താണ്? കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിലൊക്കെ താമസിക്കുന്നുണ്ടല്ലേ, ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഉഷസ് പദ്ധതി. ഉഷസ് പദ്ധതി. ക്ലിയർ അല്ലേ? പിന്നെ അടുത്തത്, പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. ആരോഗ്യ ജാഗ്രത പദ്ധതിയൊക്കെ നമ്മൾ കൊറോണ വന്നപ്പം കേട്ടിട്ടുള്ളതാണ്. ആരോഗ്യ ജാഗ്രത എന്നൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണത്? പകർച്ചവ്യാധിയാണ്. പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കാനുമുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. ആരോഗ്യ ജാഗ്രത. അടുത്തത്, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ കോവിഡ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയാണ് സുഖായുഷ്യം. ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ കോവിഡ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി ഇതാണ്, സുഖായുഷ്യം. സുഖായുഷ്യം. അപ്പോൾ അടുത്തതിലോട്ട് പോവാം. COVID-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടലാണ് നിരാമയ. സ്ഥിരമായിട്ട് PSC ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ COVID-19 നമ്മുടെ അറിയില്ല, കോവിഡിൻ്റെ കാലമായിട്ട് അറിയില്ല. COVID-19 പശ്ചാത്തലത്തിൽ കേരള സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടലാണ് നിരാമയ. നിരാമയ എന്താണ്? ഓൺലൈൻ ആയുർവേദ ചികിത്സാ പോർട്ടലാണ് നിരാമയ. ക്ലിയർ അല്ലേ? അടുത്തത്, 65 ഈ വയസ്സ് നോട്ട് ചെയ്തോണേ. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വയോമിത്രം. അപ്പോൾ എത്ര വയസ്സാണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി, പഠിക്കാൻ എളുപ്പമാണ്. അപ്പം 65 ആണ് കേട്ടോ. ഇപ്പോഴേ അങ്ങ് ഓർത്ത് തരണം. വയോമിത്രം 65 വയസ്സാണ്. അപ്പോൾ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. വയോമിത്രം. ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കി സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം. തമ്മിൽ തെറ്റിപ്പോയല്ലേ? അപ്പം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. കേരള സർക്കാർ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. അപ്പോൾ വയോ അമൃതം എന്താണ്? സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് വയോ അമൃതം. നോട്ട് ചെയ്ത് വെച്ചോണേ. പിന്നെ അടുത്തത്, കേരളത്തിലെ വിദ്യാലയങ്ങൾ ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. അപ്പോൾ എന്താണ്? കേരളത്തിലെ വിദ്യാലയങ്ങൾ അതുപോലെ തന്നെ ക്യാമ്പസുകൾ, കോളേജുകൾ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ നമ്മുടെ മമ്മൂട്ടിയാണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരുന്നത്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസിൻ്റെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയാണ്. അത് ഓർത്ത് വെക്കാമല്ലോ. കാരണം എന്താണ്? മമ്മൂട്ടി നമുക്കറിയാം പ്രായം തോന്നിക്കാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഗ്ലാമറായിട്ടിരിക്കുന്ന ഒരു നമ്മുടെ മലയാള നടനാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന് പ്രായം തോന്നിക്കുന്നില്ലോ. അപ്പോൾ പ്രായം കുറഞ്ഞവരൊക്കെ എവിടെ പോകുന്നത്? ക്യാമ്പസിലല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങ് കണക്ട് ചെയ്ത് വെച്ചു. മമ്മൂട്ടിയെ കണ്ട ഇപ്പോഴും ചെറുപ്പക്കാരിലെവിടെയാണ് പോകുന്നത്? കോളേജിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോ. കേരളത്തിലെ വിദ്യാലയങ്ങൾ ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടി. ക്ലിയർ അല്ലേ? പിന്നെ അടുത്തത്, മുതിർന്ന പൗരന്മാരുടെ കൃത്രിമ ദന്തനിര വയ്ക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. അപ്പോൾ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര വയ്ക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. മന്ദഹാസം പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. മന്ദഹാസം എന്ന് പറഞ്ഞാൽ ചിരിക്കുമെന്നൊക്കെ അല്ലേ അർത്ഥം പറ്റും. മന്ദഹാസം പദ്ധതിയിൽ മുതിർന്ന പൗരന്മാരാണ് ഗുണഭോക്താക്കൾ. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിര വയ്ക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹ്യ ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് പദ്ധതിയാണ് സീതാലയം. നോട്ട് ചെയ്തോണേ.
അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയാകുമ്പോൾ സീത എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ത്രീകളെയൊക്കെയല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സീതാദേവിയൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ കണക്ട് ചെയ്ത് വെച്ചോ. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹ്യ ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോ വകുപ്പ്, ആരെന്ന് നോക്കണേ, ഹോമിയോ വകുപ്പ് പദ്ധതിയാണ് സീതാലയം. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹ്യ ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോ വകുപ്പിൻ്റെ പദ്ധതിയാണ് സീതാലയം. ക്ലിയർ അല്ലേ? അടുത്തത്, സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് പദ്ധതി. മെഡിസെപ്പ് പദ്ധതി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മൾ നാളെ ജോലിക്ക് കയറിയാലും നമുക്ക് ഈ മെഡിസെപ്പ് പദ്ധതിയുടെ ഇൻഷുറൻസ് പദ്ധതി നമുക്ക് കിട്ടുന്നതാണ്. അപ്പം സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് കേട്ടോ, മെഡിസെപ്പ്. അടുത്തത്, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ പദ്ധതി കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ, സ്മൈൽ പദ്ധതി. അപ്പോൾ ആരാണ്? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. റോഡ് അപകടങ്ങളിൽ ആക്സിഡൻ്റ് ഒക്കെ പറ്റി കിടക്കുന്നവർക്ക് അടിയന്തരമായിട്ട് ചികിത്സ നൽകാൻ വേണ്ടി നമ്മുടെ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് സ്മൈൽ കേട്ടോ, സ്മൈൽ. അടുത്തത്, കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയാണ്. കുഷ്ഠം പഠിക്കാൻ എളുപ്പമുള്ളൂ. കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ഏതാണ്? കുഷ്ഠം പദ്ധതി കേട്ടോ, കുഷ്ഠം പദ്ധതി. അടുത്ത നമുക്ക് നോക്കാം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. പ്രീവിയസ് ചോദിച്ചാണേ, നോട്ട് ചെയ്തോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL, നോട്ട് ചെയ്തോണേ, മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽ പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? സമാശ്വാസം പദ്ധതി. അടുത്ത നോക്കാം. ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിൽ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് പദ്ധതിയാണ് മഴവിൽ പദ്ധതി കേട്ടോ, മഴവിൽ. അപ്പം പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഭിന്നശേഷിക്കാരാണ്. അപ്പോൾ ഭിന്നശേഷിയല്ല, ഭിന്നലിംഗമാണേ. അപ്പോൾ ഭിന്നലിംഗക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മഴവിൽ. ഭിന്നലിംഗക്കാരെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ അല്ലേ. അപ്പോൾ അവരെയൊക്കെ നമുക്ക് സമൂഹം ഒരു ബാക്ക്വേർഡായിട്ടല്ലേ കാണുന്നത്, അതായത് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ. അപ്പോൾ അവരെയൊക്കെ ഒരു സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മഴവിൽ പദ്ധതി. മഴവിൽ ഭിന്നലിംഗക്കാർ കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ, മഴവിൽ ട്രാൻസ്ജെൻഡേഴ്സ് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ അടുത്തത്, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനുള്ള പദ്ധതിയാണ് ജീവനി പദ്ധതി. അപ്പോൾ ജീവനി പദ്ധതി എന്താണ്? കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനുള്ള പദ്ധതിയാണ് ജീവനി പദ്ധതി കേട്ടോ. പിന്നെ അടുത്തത്, സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കാൻ നാഷണൽ ന്യൂട്രീഷൻ മിഷന്റെ ഭാഗമായി സംസ്ഥാന ശിശു വികസന വകുപ്പ് പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. അപ്പോൾ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാം സമ്പുഷ്ട കേരളം പദ്ധതി എന്താണെന്ന്. അപ്പോൾ സമ്പുഷ്ട കേരളം പദ്ധതി എന്താണ്? സ്ത്രീകളുടെയും കുട്ടികളുടെ, അപ്പം ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? സ്ത്രീകളും കുട്ടികളുമാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കാൻ നാഷണൽ ന്യൂട്രീഷൻ മിഷന്റെ ഭാഗമായി സംസ്ഥാന ശിശു വികസന വകുപ്പ് പദ്ധതിയാണ് സമ്പുഷ്ട കേരളം കേട്ടോ. അടുത്ത കുറച്ച് പദ്ധതികളുണ്ട്, അതോടെ അങ്ങ് പഠിച്ചു പോവാം. സനാഥ ബാല്യം എന്നൊരു പദ്ധതിയുണ്ട്. അതായത് അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണ്ണവും സന്തോഷപൂർണ്ണവുമായ ജീവിതം നൽകുന്നതിനുള്ള കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. അപ്പോൾ നോട്ട് ചെയ്തോണേ, സനാഥ ബാല്യം പദ്ധതി എന്താണ്? അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണ്ണവും സന്തോഷപൂർവ്വവുമായ ജീവിതം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സനാഥ ബാല്യം. അടുത്തത്, ശലഭം പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയാണ് ശലഭം. അപ്പോൾ ശലഭം എന്താണ്? നമ്മുടെ ഈ സർക്കാർ ആശുപത്രികളിലൊക്കെ ജനിക്കുന്ന കുട്ടികളില്ലേ, കുഞ്ഞു കുട്ടികൾ, അപ്പോൾ നവജാത ശിശുക്കൾ. അപ്പോൾ അവർക്ക് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ നവജാത ശിശുക്കൾക്കൊക്കെ വേണ്ടിയുള്ള സമഗ്ര ആരോഗ്യ പരിശോധനയാണ് ശലഭം. ഈ ശലഭം എന്ന് പറയുമ്പോൾ എന്താണ്? കൊച്ചുകുട്ടികളെ നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നൊരു സാധനമല്ലേ ശലഭം എന്ന് പറയും. ബട്ടർഫ്ലൈ പോലെ നമ്മൾ കുഞ്ഞുങ്ങളെ കാണുന്നത്. അപ്പോൾ അതുപോലെ കണക്ട് ചെയ്ത് വെച്ചോ, ശലഭം കുഞ്ഞുങ്ങളുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ശലഭം മീൻസ് ബട്ടർഫ്ലൈ കുഞ്ഞുങ്ങളുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ ശലഭം പദ്ധതി എന്താണ്? സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയാണ് ശലഭം കേട്ടോ, ശലഭം. അടുത്തത്, ഉണർവ് എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് ഉണർവ് കേട്ടോ. അപ്പോൾ ഉണർവ് എന്താണെന്ന് ചോദിക്കാൻ പരീക്ഷയ്ക്ക്. ഉണർവ് പദ്ധതി എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായുള്ള എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് ഉണർവ് കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിപോഷണ പദ്ധതിയാണ് ഹെൽത്ത് കിഡ്സ് കേട്ടോ. അപ്പോൾ പ്രൈമറി, ഒരു മിനിറ്റ്,
വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിപോഷണ പദ്ധതിയാണ് ഹെൽത്ത് കിഡ്സ്. ഈ കിഡ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ കിഡ്സ് എന്താണ്, പ്രൈമറി വിദ്യാർത്ഥികളല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കണക്ട് ചെയ്തോ. വിദ്യാഭ്യാസ കായിക വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പ്രൈമറി വിദ്യാർത്ഥികൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിപോഷണ പദ്ധതിയാണ് ഹെൽത്ത് കിഡ്സ്. ക്ലിയർ അല്ലേ? പിന്നെ അടുത്തത് അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. കേട്ടോ, സ്നേഹസ്പർശം. അപ്പോൾ സ്നേഹസ്പർശം എന്താണ്? അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. അടുത്തത് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ്. അപ്പോൾ നാളെ പരീക്ഷയ്ക്ക് വയ്ക്കാം ലീപ്പ് പദ്ധതി എന്താണെന്ന്. ലീപ്പ് പദ്ധതി എന്താണ്? ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാന സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് പദ്ധതി. അടുത്തത് അട്ടപ്പാടി മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി ജാതക്. ജനനി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ എന്നല്ല അർത്ഥം, മാതാവ് എന്നൊക്കെ ഇല്ല അർത്ഥം. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോ. അട്ടപ്പാടിയിലെ മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി ജാതക്. അപ്പോൾ അട്ടപ്പാടിയിലെ മാതൃശിശു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ജനനി ജാതക്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആരോഗ്യക്ഷേമ പദ്ധതികളാണ്, ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലുള്ള ആരോഗ്യക്ഷേമ പദ്ധതികളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന LDC എക്സാംസിനും LGSനും ഒക്കെ 2 മാർക്ക്, ചിലപ്പം 1 മാർക്ക് മാക്സിമം അല്ലെ 2 മാർക്കൊക്കെ ഈ ഒരു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മാക്സിമം എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യണേ. മാക്സിമം നമ്മൾ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം ഞാൻ ടെലഗ്രാം ചാനലിലെ ലിങ്ക്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോട്ട്സ് പോൾസ് എക്സാംസ് പിന്നെ അതുപോലെ തന്നെ PSC യുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ്, അതാണ് മെയിനായിട്ട് വരുന്നത്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ന്യൂസ് പോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തുതരാം. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, അത് നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമ്മളത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ കമൻറ്റ് ബോക്സ് ഒന്ന് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനോടൊന്ന് പരിഗണിക്കണം. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.